പ്രശസ്തമായ കുറ്റ്യാടി തേങ്ങ ഇനി തെക്കൻ ജില്ലക്കാർക്കും വികസിപ്പിക്കാം. കുറ്റ്യാടി തേങ്ങ മുതൽ ഗുണമേന്മയുള്ള നിരവധി തെങ്ങിൻ തൈകളാണ് കൃഷിവകുപ്പിന്റെ നഴ്സറികളിലുള്ളത്. സാധാരണ തേങ്ങയേക്കാൾ വലിപ്പവും ഗുണമേന്മയുമുള്ള കോഴിക്കോടിന്റെ സ്വന്തം കുറ്റ്യാടി തേങ്ങ ഇനി തെക്കൻ കേരളത്തിലും വിളയിക്കാം. കുറ്റ്യാടിയിൽ നിന്നും ശേഖരിച്ച വിത്തുതേങ്ങകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ തലസ്ഥാനത്തും ലഭ്യമാണ്. മികച്ച ഗുണമേന്മയും രോഗപ്രതിരോധ ശേഷിയുമുള്ള തെങ്ങിൻ തൈകളാണ് വലിയതുറയിലെ കൃഷിവകുപ്പിന്റെ കോക്കനട്ട് നഴ്സറിയിൽ കർഷകരെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫാമാണ് വലിയതുറ കോക്കനട്ട് നഴ്സറി. ഇത് 1954 സ്ഥാപിതമായതാണ്. അന്ന് നമ്മൾക്ക് 5 ഏക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3.5 ഏക്കർ സ്ഥലം എയർപോർട്ട് അതോറിറ്റിക്കാരെടുത്തു. അതിനുശേഷമുള്ള 1.5 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ തെങ്ങിൻ തൈ, പച്ചക്കറികൾ, കപ്പ, ചേന, അങ്ങനെ പല കൃഷികൾ അതിൽ ചെയ്തു വരുന്നുണ്ട്. മെയിനായിട്ട് കോക്കനട്ട് നഴ്സറിയിൽ തെങ്ങിൻ തൈ ഉൽപ്പാദനമാണ് ഉള്ളത്. കുറ്റ്യാടി തേങ്ങ കൂടാതെ ചാവക്കാട് നിന്നും ശേഖരിക്കുന്ന ഡീൻ ടു ഡി, ചെന്തെങ്ങ് എന്നിവയുടെ തൈകളും ഈ നഴ്സറിയിൽ ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും നല്ലൊരു തെങ്ങിൻ തൈ ഉൽപ്പാദന കേന്ദ്രമാണ്. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നല്ല തെങ്ങിൻ തൈയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡുമാണ്. നമ്മൾ ലോക്കൽ സെയിലായിട്ടും കൊടുക്കും, അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ടുമാണ്. നമ്മൾ കൂടുതലും ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് കൊടുക്കുന്നത്. നല്ല ലാഭത്തിൽ പോകുന്നൊരു ഫാമാണ്. വിൽപ്പന പറയാം 1.5 ഏക്കർ സ്ഥലം ഉള്ളെങ്കിൽ പോലും നല്ല ലാഭത്തിലാണ് ഈ ഫാം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല തെങ്ങിൻ തൈയാണ് നമ്മൾ കൊടുക്കുന്നത്. ഗുണമേന്മയുള്ള തേങ്ങകൾ മണ്ണിലിട്ട് മുളപ്പിച്ച ശേഷം കൃത്യമായ അകലത്തിൽ പാകുന്നു. തണലത്ത് വളർത്തി ജലസേചനവും നൽകിയാൽ നല്ല തെങ്ങിൻ തൈകൾ റെഡി. ഈ വർഷം ഞങ്ങൾ 28,000 WCT ചെയ്തിട്ടുണ്ട്. D/T 6,032 ചെയ്തിരിക്കുന്നു. നട്ട്സുകൾ തമ്മിലുള്ള അകലം 30 സെൻറ്റിമീറ്ററും ബെഡുകൾ തമ്മിൽ 75 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഡെപ്യൂട്ടി ഡയറക്ടറോ ഏതെങ്കിലും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സോ വന്നത് കള്ളിങ് നടത്തി നല്ല കൊടുക്കാൻ പറ്റുന്ന തൈകൾ എത്ര എന്നുള്ളത് അവർ ചെയ്തു തന്ന് അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തെങ്ങിൻ തൈയുടെ വിൽപ്പന. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ കൃഷിഭവനുകൾ വഴിയാണ് തൈ വിൽക്കുന്നത്. നാടൻ തൈക്ക് 42 രൂപയും ഡീൻ ടു ഡിക്ക് 52 രൂപയുമാണ് വില. ആവശ്യക്കാർക്ക് നേരിട്ടും തൈകൾ ലഭ്യമാണ്. ഈ വർഷം നമ്മൾ പച്ചക്കറി കൃഷി, കാരണം നമുക്ക് നട്ട്സ് കുറവാണ്. 34,000 വന്നുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന സ്ഥലം 1 ഇഞ്ച് ഭൂമി പോലും കളയാതെ ബാക്കി വന്ന സ്ഥലത്ത് പടവലം, പാവൽ, ചീര, ക്യാബേജ്, വഴുതനം, മുളക്, തക്കാളി ഇതൊക്കെ നല്ലതായിട്ട് കിട്ടിയിരുന്നു. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം സീഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആ സീഡെല്ലാം നമ്മൾ സെയിൽസിന് കൊടുക്കും. ഇവിടെ ഒരു സെയിൽസ് കൗണ്ടറുണ്ട് ആനയറ വേൾഡ് മാർക്കറ്റിൽ. അവിടെ കൊടുക്കും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്കും നമ്മൾ കൊടുക്കും.